ഡിഫറൻഷ്യൽ ജോമെട്രിയിലെ ചാപ്റ്റർ 12 അടിസ്ഥാനമാക്കിയുള്ള, അതായത് കർവേച്ചർ ഓഫ് സർഫസസിനെ അടിസ്ഥാനമാക്കിയുള്ള രണ്ടാമത്തെ ലെക്ചറിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് സങ്കീർണമായ സർഫസുകളുടെ, ചില കോംപ്ലക്സ് ആയിട്ടുള്ള സർഫസുകളുടെ കർവേച്ചർ, അതിൻ്റെ വളവ് എളുപ്പത്തിൽ മനസ്സിലാക്കാൻ സഹായിക്കുന്ന നോർമൽ സെക്ഷനുകൾ എന്നൊരു കൺസെപ്റ്റിനെ കുറിച്ചാണ്. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ നോർമൽ കർവേച്ചറിൻ്റെ അതിൻ്റെ ഇക്വേഷൻ കണ്ടിരുന്നു. KV = LPV.CV എന്നുള്ളതായിരുന്നു ആ ഇക്വേഷൻ. വെയിൻ ഗാർട്ടൻ മാപ്പ് ഉപയോഗിച്ചാണ് നമ്മൾ കണ്ടുപിടിക്കുന്ന ഈ നോർമൽ കർവേച്ചറിനെ കേവലം ഇതൊരു സ്കെയിലാർ സംഖ്യ മാത്രമാണല്ലേ. ഇവിടെ നമ്മുടെ മുമ്പിലുള്ള പ്രധാനപ്പെട്ട ഒരു ചോദ്യം, നമ്മുടെ കയ്യിലൊരു സംഖ്യയാണുള്ളത്. ആ സംഖ്യ നമുക്ക് യഥാർത്ഥത്തിൽ ഫിസിക്കലി നമുക്കതിൻ്റെ മീനിങ് എന്താണെന്ന് കാണാൻ പറ്റുമോ എന്നുള്ളതാണ്. അതായത് നമ്മൾ ഇന്ന് പരിശോധിക്കാൻ പോകുന്നത് ഈ ചോദ്യത്തിന്, ഫിസിക്കലി നമുക്കതിനെ കാണാൻ പറ്റുമോ എന്ന ചോദ്യത്തിന് നമ്മൾ ജിയോമെട്രിയിലെ ഒരു ചെറിയ ട്രിക്ക് ഉപയോഗിക്കാൻ പോവുകയാണ്. കുറച്ച് കോംപ്ലക്സിറ്റി ഉള്ള ഒരു മൾട്ടി ഡയമെൻഷണൽ സർഫസിൻ്റെ വളവ് അല്ലെങ്കിൽ അതിൻ്റെ കർവേച്ചർ നേരിട്ട് മനസ്സിലാക്കുവാൻ നമുക്ക് ബുദ്ധിമുട്ടാണ്, മാത്തമാറ്റിക്കലി ബുദ്ധിമുട്ടാണ്. നാം അതിന് വേണ്ടിയിട്ട് നമ്മളൊരു മാത്തമാറ്റിക്കൽ സ്കാൽപ്പൽ അല്ലെങ്കിൽ ഒരു കത്തി, മാത്തമാറ്റിക്കലായിട്ടുള്ള ഒരു കത്തി ഉപയോഗിച്ച് നമ്മളതിനെ മുറിക്കും, ഈ കോംപ്ലക്സ് സർഫസിനെ മുറിക്കും. അപ്പോൾ നമുക്ക് ഒരു 1 ഡയമെൻഷണൽ ക്രോസ് സെക്ഷൻ കിട്ടും. അതിൻ്റെ ഈ ക്രോസ് സെക്ഷനുകളെക്കുറിച്ച് പഠിക്കാൻ നമുക്ക് ആദ്യം പറഞ്ഞ നമ്മൾ കട്ട് ചെയ്ത സർഫസിൻ്റെ മുഴുവൻ കർവേച്ചറിൻ്റെ മുഴുവൻ കാര്യവും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ്. ഇതാണ് ഇവിടെ ഉപയോഗിക്കുന്ന ടെക്നിക്ക് എന്ന് പറയുന്നത്. നമ്മൾ ഇങ്ങനെ മുറിക്കുന്ന പ്ലെയിനെയാണ് നമ്മൾ നോർമൽ സെക്ഷൻ എന്ന് പറയുന്നത്. നിങ്ങൾ സ്ലൈഡിൽ നോക്കിയാൽ അറിയാം, ഒരു സർഫസിനെ ഈ സെക്ഷൻ എങ്ങനെയാണ് കട്ട് ചെയ്യുന്നതെന്ന് സ്ലൈഡിൽ കാണിച്ചിട്ടുണ്ട്. സോ നമ്മളിങ്ങനെ കട്ട് ചെയ്യുന്ന സെക്ഷനെ നോർമൽ സെക്ഷൻ എന്ന് നമ്മൾ പറയും. അതിൻ്റെ ഡെഫിനിഷൻ എന്താണ്? അതിൻ്റെ ഡെഫിനിഷനാണ് NV ആണ് നോർമൽ സെക്ഷൻ. NV = ഇറ്റ് ഇസ് എ സെറ്റ് ഓഫ് ഓൾ പോയിൻറ്റ് Q in Rn+1. സർഫസിലെ പോയിൻറ്റുകളാണ് എന്ത് സാറ്റിസ്ഫൈ ചെയ്യുന്നത്? Q = P + XV + YNP എന്ന് സാറ്റിസ്ഫൈ ചെയ്യുന്നു. ഇപ്പോൾ ഇവിടെ ടാൻജൻറ്റ് വെക്റ്റർ, അതായത് നമ്മുടെ അവർ ചൂസൻ യൂണിറ്റ് ഡയറക്ഷൻ ഓഫ് ദ ട്രാവൽ, നമ്മളുടെ അതിൽ ടാൻജൻറ്റ് വെക്റ്റർ ഉണ്ട്, അതുപോലെ തന്നെ സർഫസ് നോർമലുമുണ്ട്. ഇത് രണ്ടും കൂടെ ചേർന്നിട്ടുള്ള ഒരു ഫോർമുലയാണ് NVക്ക് ഉള്ളത്. അതായത് P എന്ന് പറയുന്ന ഒരു ആങ്കർ പോയിൻ്റ് നമ്മൾ സഞ്ചരിക്കുന്ന ദിശയായ യൂണിറ്റ് ടാൻജൻറ്റ് വെക്റ്റർ V, പിന്നെ നേരെ മുകളിലേക്ക് ചൂണ്ടി നിൽക്കുന്ന നോർമൽ വെക്റ്റർ NP എന്നിവ ചേർന്നാണ് ഈ പ്ലെയിൻ ഉണ്ടാക്കുന്നത്, ഈ കട്ടിംഗ് പ്ലെയിൻ ഉണ്ടാക്കുന്നത്. നമുക്കതൊന്ന് വിഷ്വലൈസ് ചെയ്ത് നോക്കിയാൽ, P എന്ന പോയിൻറ്റിൽ നമ്മുടെ വെലോസിറ്റി V, സർഫസ് നോർമൽ NPയും, ഇത് രണ്ടും ഒന്ന് ചേർന്ന് വളരെ കൃത്യമായിട്ടുള്ള സ്പെസിഫിക് ആയിട്ടുള്ള ഒരു 2 ഡയമെൻഷണൽ പ്ലെയിൻ, ഒരു പരന്ന പ്ലെയിൻ രൂപപ്പെടുത്തുന്നു. ഒരു ഗ്ലാസ് ഷീറ്റ് പോലെ, ഇതിൽ കാണിച്ചിരിക്കുന്ന ഒരു ഗ്ലാസ് ഷീറ്റ് പോലെ ഈ പ്ലെയിൻ നമ്മുടെ സർഫസിനെ കൃത്യമായി മുറിച്ചു മാറ്റും. ഈ നോർമൽ സെക്ഷൻ, അതായത് NV, നമ്മുടെ സർഫസ് എസ്സിലൂടെ കടന്നു പോകുമ്പോൾ അവ തമ്മിൽ കൂട്ടിമുട്ടുന്ന ഭാഗം, അതായത് അതിൻ്റെ ഒരു ഇൻ്റർസെക്ഷൻ ഉണ്ടാകുന്നു അല്ലേ, ചിത്രത്തിൽ കാണിച്ചിരിക്കുന്ന പോലെ ഇൻ്റർസെക്ഷൻ ഉണ്ടാകുന്നു. ഈ പരന്ന 2D പ്ലെയിൻ, ആ ഇൻ്റർസെക്ഷനിലെ 2D പ്ലെയിൻ, അതായത് യെല്ലോ ആയിട്ട് കാണിച്ചിരിക്കുന്ന പ്ലെയിൻ, അതിനകത്ത് ഒരു 1 ഡയമെൻഷണൽ കർവ് C കണ്ടില്ലേ, യെല്ലോയിൽ മാർക്ക് ചെയ്തിരിക്കുന്ന C, അതായത് അതിൻ്റെ ഇൻ്റർസെക്ഷനാണ്. ഇതോടെ നമുക്ക് യഥാർത്ഥ പ്ലെയിനിൻ്റെ മൾട്ടി ഡയമെൻഷണൽ കോംപ്ലക്സിറ്റിയെ
നമ്മൾ കുറച്ചുകൂടെ ലളിതമായ ഒരു യെല്ലോ കർവിലേക്ക് മാറ്റും. ഒരു കട്ടിൽ ഒരു കർവ് നോക്കൂ. ആ കട്ടിന് അതാണ് അതിൻ്റെ ഡെഫിനിഷനിൽ മുമ്പത്തെ സ്ലൈഡിൽ കാണിച്ച ഈ ഡെഫിനിഷനിൽ പറഞ്ഞിരിക്കുന്നത്. ആ കട്ടിലുള്ള പോയിൻറ്റുകളാണ് NV എന്ന് പറയുന്നത്. സോ ഇതിലെ NV ആ യെല്ലോ ലൈനിലുള്ള പോയിൻറ്റുകളാണ് NV എന്ന് പറയുന്നത്. C എന്ന് പറയുന്ന കർവിലുള്ളത്. NV പ്ലെയിനാണ്, C എന്ന് പറയുന്ന കർവിൽ അത് കട്ട് ചെയ്ത പോയിൻറ്റുകളാണ്. അപ്പോൾ ഈ ഒരു കണ്ടീഷനിൽ വെച്ചുകൊണ്ട് നമുക്ക് ഡിഫറൻഷ്യൽ ജോമെട്രിയിലെ ഈ ചാപ്റ്ററിലെ വളരെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു തിയറത്തിലേക്ക് പോകാൻ പറ്റും. തിയറം 1 എന്ന ടെക്സ്റ്റിൽ മാർക്ക് ചെയ്തിരിക്കുന്നത്. ഇതിന് വേണമെങ്കിൽ പ്രിൻസിപ്പിൾ ഓഫ് ഇക്വലൻസ് എന്ന് നമുക്ക് വിളിക്കാൻ പറ്റും. എന്താണത് പറയുന്നത്? നമ്മളിപ്പോൾ ഈ മുറിച്ചെടുത്ത ഈ 2D പ്ലെയിൻ കർവിൻ്റെ സാധാരണ കർവേച്ചർ കപ്പ പി എന്ന് പറയുന്നത്. കപ്പ പി ഒരു വലിയ സർഫസിൻ്റെ മൊത്തത്തിലുള്ള 3D നോർമൽ കർവേച്ചർ KVക്ക് പൂർണ്ണമായിട്ടും തുല്യമായിരിക്കുമെന്നാണ് ഈ തിയറം പറയുന്നത്. അതായത് കപ്പ പി = KV എന്നാണ് തിയറം പറയുന്നത്. ഇവിടെ തിയറം 1 എന്ന് പറയുന്നത് 3D സർഫസിനും 2D പ്ലെയിനിലും ഇടയിലുള്ള ഒരു ബ്രിഡ്ജ് പോലെ നമുക്ക് നോക്കാം. സർഫസിൻ്റെ വെയിൻഗാർട്ടൻ മാപ്പാണ് കർവേച്ചർ തീരുമാനിക്കുന്നതെങ്കിൽ പ്ലെയിൻ കർവിൽ അത് സാധാരണ ആക്സലറേഷനാണ്. എന്നാലും ഈ രണ്ട് വ്യത്യസ്ത വേൾഡിലും നമുക്ക് ലഭിച്ചിരിക്കുന്ന അന്തിമ ഉത്തരം അല്ലെങ്കിൽ ലാസ്റ്റ് എന്ന് പറയുന്നത് മാത്തമെറ്റിക്കലി തികച്ചും തുല്യമായിരിക്കും എന്നാണ് ഈ തിയറം പറയുന്നത്. അതാണ് ഈ പറഞ്ഞ ടേബിളിലൂടെ കാണിച്ചിരിക്കുന്നത്. അതായത് ഒരു 3D സർഫസ് ഡൊമൈനും 2D സ്ലൈസ് ഡൊമൈനും രണ്ടുമുണ്ടല്ലോ. രണ്ടിൻ്റെയും എൻവിറോൺമെൻറ്റ് ഒന്നതാ ഒരു n ഡയമെൻഷണൽ സർഫസസ് ആണ് ആദ്യത്തേതെങ്കിൽ, രണ്ടാമത്തത് ഒരു ഫ്ലാറ്റ് പ്ലെയിൻ ആണല്ലേ. പിന്നെ പാത്ത് വൈസോ ഇൻഫൈനൈറ്റ് പോസിബിൾ കർവ് പാസിംഗ് ത്രൂ P വിത്ത് വെലോസിറ്റി V ആണ്. സ്ലൈസ് ചെയ്യുമ്പോഴോ എ സിംഗിൾ സ്പെസിഫിക് ഇൻ്റർസെക്ഷൻ കർവ് C ആണ് അല്ലേ. കർവേച്ചർ എഞ്ചിൻ എന്താണ്? ആദ്യത്തെ വെയിൻഗാർട്ടൻ മാപ്പാണ്. രണ്ടാമത്തേതോ സ്റ്റാൻഡേർഡ് ആക്സലറേഷനാണ്, α'-T0 ആണ്. ഏത് സ്ലൈസിൽ വരുമ്പോൾ ആദ്യത്തേൽ ഔട്ട്പുട്ട് മെട്രിക് എന്ത് വരും? നോർമൽ കർവേച്ചർ KV ആണ്. രണ്ടാമത്തത് പ്ലെയിൻ കർവേച്ചർ കപ്പ P എന്നുള്ളതാണ് വരുന്നത്. അപ്പോൾ തിയറം 1 ഇറ്റ് ആക്ട്സ് ആസ് എ ബ്രിഡ്ജ് എന്നാണ്. ആൻ അൺബ്രേക്കബിൾ ബ്രിഡ്ജ് അക്രോസ് ദീസ് ടു മെട്രിസസ്. മാത്തമാറ്റിക്കലി ഈ തിയറം എങ്ങനെ പ്രൂവ് ചെയ്യാം എന്നുള്ളതാണ് അടുത്ത ക്വസ്റ്റ്യൻ. പ്രൂഫ് നിങ്ങളുടെ നോട്ടിൽ ഇതിന് ശേഷം ഞാൻ നോട്ട് എഴുതുന്നുണ്ട്. ആ നോട്ടിൽ കംപ്ലീറ്റ് ആയിട്ട് എല്ലാ സ്റ്റെപ്സും ഉണ്ടാവും. എന്നാൽ ആ തിയറം എങ്ങനെയാണ് പ്രൂവ് ചെയ്തിരിക്കുന്നതെന്ന് നമുക്ക് നോക്കാം. 4 ഫേസിലൂടെയാണ് ഈ തിയറം പ്രൂവ് ചെയ്തിരിക്കുന്നത്. അതാണ് ഈ സ്ലൈഡിൽ കാണുന്നത്. ആദ്യത്തത് കർവിനെ വേർതിരിച്ചെടുക്കുന്ന ഒരു ഇൻ്റർസെക്ഷൻ. രണ്ടാമത്തത് കർവിലൂടെയുള്ള ഒരു യാത്ര, ഒരു ജേണി ഉണ്ടായിരിക്കും. മൂന്നാമത്തത് അതിൻ്റെ ആക്സിലറേഷൻ കാൽക്കുലേറ്റ് ചെയ്തെടുക്കുന്നതാണ്. അവസാനത്തത് ഇത് തമ്മിൽ തുല്യമാണെന്ന് തെളിയിക്കുന്ന ഈക്വലൻസ് എന്ന് പറയും. ഈ 4 സ്റ്റെപ്പിലൂടെയാണ് ഈ തിയറത്തിൻ്റെ പ്രൂഫ് പോകുന്നത്. സോ ഫസ്റ്റ് ഫേസിൽ ഒരു ഇംപ്ലിസിറ്റ് ഫങ്ഷൻ ഫ്രെയിംവർക്ക് ഉപയോഗിച്ച് നമ്മൾ P ഉൾക്കൊള്ളുന്ന V എന്ന ചെറിയ ഓപ്പൺ സെറ്റ് നമ്മൾ ഉണ്ടാക്കും. പിന്നെ ഈ പരിധിക്കുള്ളിൽ നിന്നുകൊണ്ട് ഇൻ്റർസെക്ഷൻ NV ഇൻ്റർസെക്ഷൻ V എന്നത് മാത്തമാറ്റിക്കലി ആ കൃത്യമായ ആ പ്ലെയിൻ കർവായിട്ടുള്ള C നമ്മൾ യെല്ലോയിൽ വരച്ച് കാണിച്ചില്ലേ കഴിഞ്ഞ സ്ലൈഡിൽ, ആ C രൂപപ്പെടുത്തുമെന്ന് നമ്മൾ ഉറപ്പ് വരുത്തും. സെക്കൻഡ് ഫേസിലോ, രണ്ടാം ഫേസിൽ ഈ കർവിലൂടെ സഞ്ചരിക്കുന്ന α t എന്നൊരു യൂണിറ്റ് സ്പീഡ് പാത്ത് അല്ലെങ്കിൽ യൂണിറ്റ് സ്പീഡ് പാരാമീറ്ററൈസേഷൻ, ഈ പാത്തിനെ പാരാമീറ്ററൈസേഷൻ എന്നാണല്ലോ നമ്മൾ പറയുന്നത്, അത് നമ്മൾ നിർമ്മിച്ചെടുക്കുന്നു രണ്ടാമത്തെ ഫേസിൽ. ഇതോ കൃത്യം T0 എന്ന് പറയുന്ന സമയത്ത് ഇനീഷ്യൽ പോയിൻറ്റിൽ ഇത് നമ്മുടെ സ്റ്റാർട്ടിംഗ് പോയിൻ്റായ Pയിലൂടെ നമ്മൾ ഉദ്ദേശിച്ച V എന്ന വെലോസിറ്റിയിൽ തന്നെ കടന്നു പോകും വിധമാണ് നമ്മൾ ഈ സെറ്റ് ചെയ്തിരിക്കുന്നത്.
ഇതാണ് രണ്ടാം ഘട്ടത്തിൽ ചെയ്യുന്നത്. മൂന്നാം ഘട്ടത്തിൽ നമ്മൾ ഈ പ്ലെയിൻ കർവിൻ്റെ 2 ഡയമെൻഷണൽ ഫിസിക്സ് ഒന്ന് ചെക്ക് ചെയ്യും. ഒരു പ്ലെയിൻ കർവിൻ്റെ ഡെഫിനിഷൻ അനുസരിച്ച് അതിൻ്റെ കർവേച്ചർ കാപ്പ പി എന്നത് അതിലൂടെ സഞ്ചരിക്കുന്ന പാതയുടെ ആക്സിലറേഷൻ്റെ നോർമൽ കമ്പോണൻ്റ് ആണ്, അല്ലേ? അങ്ങനെയാണ് നമ്മൾ പറഞ്ഞിട്ടുള്ളത്. അതായത് മാത്തമെറ്റിക്കലി കാപ്പ പി ഈസ് ഈക്വൽ ടു ആക്സിലറേഷൻ ആൽഫ ഡാഷ് ഡാഷ് T0 ഡോട്ട് NP ആണ്. ഇത് വളരെ സിമ്പിളായിട്ടുള്ള ഒരു 2 ഡയമെൻഷണൽ കാൽക്കുലേഷനാണ്. എന്നിട്ട് ഫോർത്ത് ഫേസിൽ നമ്മളൊന്ന് ഡീസൂം ചെയ്യുന്നു, മൊത്തത്തിലുള്ള പിക്ചർ നോക്കുന്നു. വലിയ 3D സർഫസിലേക്ക് തന്നെ നമ്മൾ തിരിച്ചു വരുന്നു. ഇവിടെ നമ്മൾ നേരത്തെ പഠിച്ച വെയിൻഗാർട്ടൻ മാപ്പ് ഉപയോഗിച്ച് നോർമൽ കർവേച്ചർ KV കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ, എന്നിട്ട് അതിൻ്റെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് അതിനെ സിംപ്ലിഫൈ ചെയ്ത് വരുമ്പോൾ നമുക്ക് ആൽഫ ഡാഷ് ഡാഷ് T0 ഡോട്ട് NP എന്ന് KV കിട്ടും. ആ ഒരു ഇതിലേക്ക് നമ്മൾ റെഡ്യൂസ് ചെയ്യും. ആ സ്റ്റെപ്സാണ് അവിടെ എഴുതിയിരിക്കുന്നത്. നോട്ടിലത് വിശദമായിട്ട് തന്നെയുണ്ട്. അവസാനമായിട്ട് നമുക്ക് ഇക്വലൻസ് പ്രൂവ് ചെയ്യണം, അല്ലേ? അല്ലെങ്കിൽ ഈക്വലൻസിലേക്ക് ഈ പറഞ്ഞ നമ്മുടെ കാൽക്കുലേഷൻസ് കൊളാപ്സ് ചെയ്യും. നമ്മുടെ 2 വ്യത്യസ്ത അപ്രോച്ചും 2D പ്ലെയിൻ ഡൊമൈനും 3D സർഫസ് ഡൊമൈനും നമ്മളിപ്പോൾ എത്തിച്ചിരിക്കുന്നത് ഒരേ ഡോട്ട് പ്രോഡക്റ്റിലാണ്. ഏതാണ്? ആൽഫ ഡാഷ് ഡാഷ് T0 ഡോട്ട് NP എന്ന ഒരേ ഡോട്ട് പ്രോഡക്റ്റ്, 2D 3D. അതായത് ഇത് രണ്ടും തുല്യമാണെന്നാണ് നമ്മൾ തെളിയിച്ചിരിക്കുന്നത്. അതായത് ആബ്സ്ട്രാക്റ്റായ നോർമൽ കർവേച്ചർ KV എന്നത് നമ്മൾ മുറിച്ചെടുത്ത കർവിൻ്റെ സാധാരണ കർവേച്ചർ കാപ്പ പിക്ക് സമാനമാണ്. ഇവിടെ ചുരുക്കി പറഞ്ഞാൽ എന്താണ് ഇവിടെ സംഭവിച്ചത്? കോംപ്ലക്സിറ്റി ഉള്ള ഒരു മൾട്ടി ഡയമെൻഷണൽ സർഫസ് എന്നത് എങ്ങനെ ഉണ്ടാക്കപ്പെട്ട ഒരു വലിയ രൂപമല്ല, മറിച്ച് എന്താണ്, അത് ലളിതമായ അസംഖ്യം 1D പ്ലെയിൻ കർവുകളുടെ ഒരു വലിയ ലൈബ്രറി പോലെയാണ്. അല്ലെങ്കിൽ അതിൻ്റെ ഒരു 1D പ്ലെയിൻ കർവുകൾ സിസ്റ്റമാറ്റിക്കായിട്ടൊരു റൂളിനെ ബേസ് ചെയ്ത് അടുക്കി വെച്ചിരിക്കുന്നതാണ് ഒരു കോംപ്ലക്സ് പ്ലെയിൻ എന്ന് പറയുന്നത്. നോർമൽ സെക്ഷനുകൾ ഉപയോഗിച്ച് ഈ ചെറിയ കർവുകളെ മനസ്സിലാക്കിയാൽ നമുക്ക് ഏത് കോംപ്ലക്സ് ഷേപ്പിനെയും മനസ്സിലാക്കാം. അതായത് ഈ യൂണിവേഴ്സിലുള്ള ഏത് കോംപ്ലക്സ് ആയിട്ടുള്ള സർഫസുകളെയും ഡീകോഡ് ചെയ്യാം ഈ തിയറം വെച്ച്. സോ അതാണ് ഈ സെക്ഷൻ്റെ ഒരു പ്രത്യേകത. താങ്ക് യു ഫോർ വാച്ചിങ്. അടുത്ത ലെക്ചറിൽ നമുക്ക് കാണാം.